കോളേജിൽ ദേവേരി കോളേജിൽ ചാർജ് എടുക്കുന്നു. അപ്പോൾ അതിനോടനുബന്ധമായിട്ടുള്ള പ്രവർത്തനവും പിന്നെ നേച്ചർ ക്ലബിൻ്റെ ഇതിലുള്ള പ്രവർത്തനവും എല്ലാം കൂടി ഒന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പ്രകൃതിയിൽ ഉള്ള എല്ലാ ജന്തുക്കളും ജീവികളും വസ്തുക്കളും ഒക്കെ പരസ്പരം റിലേറ്റഡാണ്, പൂരകങ്ങളാണ്, അല്ലാതെ ഒന്നിനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കേണ്ടതല്ല എന്നുള്ള ഒരു ധാരണ വരുന്നു. അപ്പോൾ കൂടുതൽ ഇങ്ങനെ നമ്മൾ ഈ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സിലേക്ക് നീങ്ങുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് കൂടുതൽ ഈ എലമെൻസിലെ പ്രോഡക്ട്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട്. അരിയുണ്ട്, എണ്ണ ഉപയോഗിക്കാറുണ്ട്, പിന്നെ മറ്റേ ഇതുണ്ടല്ലോ വീറ്റ് ഫ്ലോറ്, പംകിൻ സീഡ്സ്, നെല്ലിക്കയുടെ എന്തൊരു പ്രത്യേക പേരുണ്ട്, അത്, ശർക്കര എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ദി ഐറ്റംസ് ഐ യൂഷ്വലി ബൈ. നമ്മളെപ്പോഴും ഈ പുറത്തു നിന്നുള്ള പച്ചക്കറിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വാങ്ങിക്കുമ്പോൾ എപ്പോഴും മനസ്സിലൊരു തിങ്ങലുണ്ട്. അതായത് ഇത് വിഷം ചേർത്തതാണല്ലോ, സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് ചേർത്താണല്ലോ, ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. നമ്മളപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പല ഐറ്റത്തിനും ഈ പുറത്തോ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും 2 ഇരട്ടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വിലയുടെ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ചോയ്സിൽ ആ ഒരു വില വ്യത്യാസം നമുക്കൊരു പ്രശ്നമല്ല. നമുക്ക് കിട്ടുന്ന ആ ഒരു മനസ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ആരോഗ്യത്തിൻ്റെ ഇതും. പിന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, ഇവർ സോഴ്സ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ്സ് സോഴ്സ് ചെയ്യുന്നത് അതേപോലെ ഈ നേച്ചറുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ട്രൈബ്സോ അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രൂപ്പുകളുടെ പ്രോഡക്റ്റ്സാണ്. അപ്പോൾ അവർക്കൊരു ജീവിതോപാധിയും കൂടെ നമ്മൾ ഇതിലൂടെ ഇപ്പോൾ അധിക വില കൊടുക്കുമ്പോഴും നമ്മൾക്ക് കിട്ടുന്ന ഈ മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനോടൊപ്പം തന്നെ അവർക്കൊരു ജീവനോപാധി കിട്ടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇതിനുള്ള പ്രിഫറൻസ് കൊടുക്കുന്നത്.